ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയുടെ കള്ളക്കളി മുഴുവൻ പൊളിഞ്ഞു. സുധിയും അതുപോലെ ശ്രുതിയും തമ്മിൽ വാക്കേറ്റങ്ങളുണ്ടായി. ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മുന്നും പിന്നും നോക്കാതെ ശ്രുതി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇറങ്ങി വന്ന് നമ്മുടെ സച്ചിയാണ് ഇതിനൊക്കെ കാരണമെന്നും സച്ചിയാണ് അവൻ്റെ ജീവിതം തകർത്തത്, ശ്രുതി ഇറങ്ങിപ്പോകാൻ കാരണം സച്ചിയാണെന്നും പറഞ്ഞ് പിടിയും വലിയ ഉന്തും തള്ളും. അപ്പോഴേക്കും എല്ലാവരും ഒന്ന് പിടിച്ചു മാറ്റി, എന്താണ് ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് എല്ലാം പിടിച്ചു മാറ്റി ഇങ്ങനെ നിർത്തിയിരിക്കുക. ഇവൻ ഒറ്റ ഒരുത്തൻ എൻ്റെ ജീവിതം തകർത്തത്, ശ്രുതി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ കാരണം ഇവനാണെന്നും ഇവൻ എൻ്റെ ജീവിതം നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുന്നു കേട്ടോ. ശ്രുതി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, ഞാനാണോടാ നിന്റെ ജീവിതം നശിപ്പിച്ചത്? ഇവിടെയുള്ളവരോടൊക്കെ നീ നിന്റെ അമ്മയും കൂടെ ചേർന്ന് നുണ പറഞ്ഞ് എല്ലാവരെയും കബളിപ്പിച്ചിട്ട് ഇപ്പം ഞാൻ സത്യം പറഞ്ഞതാണോടാ പ്രശ്നമായതെന്നും ചോദിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും തള്ള വലിയ ആൾ കളിച്ചുകൊണ്ട് സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സുധിയുടെ പക്ഷം പിടിക്കുക. അച്ഛനാണെ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അവിടെ നിൽപ്പുണ്ട്. ഇവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണെന്നും ഇവൻ മനഃപൂർവ്വം ശ്രുതിയോട് പ്രതികാരം ചെയ്തതാണെന്നും ശ്രുതിയും ജീവിക്കുന്നത് ഇവന് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയെല്ലാം കുറേ അങ്ങ് പറഞ്ഞു. സച്ചിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ പോയിരുന്ന കുടുംബമാണ് ഇവനാണ് ഈ കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തുന്നവൻ, സമാധാനം കളയുന്നവൻ. അങ്ങനെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ചന്ദ്രമതി നിന്നങ്ങ് വിളമ്പം മതി നിർത്താൻ പറഞ്ഞു നമ്മുടെ രേവതി. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെ നിന്ന് നാവുണ്ടായത്? അപ്പോൾ രേവതി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അന്തം വിട്ട് വർഷയും ശ്രീകാന്തും അച്ഛനും എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ചന്ദ്രമതി അടക്കം ഇങ്ങനെ നോക്കി നിൽക്കുക. ഇപ്പം നിങ്ങൾക്ക് എവിടെ നിന്ന് നാവുണ്ടായതെന്ന് രേവതി ചോദിച്ചു. ഇതിനു മുൻപും ഇദ്ദേഹത്തിന് ജോലി ഇല്ലാതിരുന്ന സമയത്ത് ശ്രുതിയും ഇയാളും കൂടിയാണല്ലോ ഇദ്ദേഹത്തിനെ കളിയാക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്താ അന്ന് നിങ്ങളാരും ഇതൊന്നും കേട്ടില്ലായിരുന്നു? അന്ന് ഇതൊന്നും എതിർത്ത് പറയാൻ നിങ്ങളുടെ ഒന്നും നാവിൽ നാക്കില്ലായിരുന്നു എന്ന് ചോദിച്ചു. അമ്മ കൂടുതൽ നിന്ന് സംസാരിക്കുകയൊന്നും വേണ്ട, ചെലവിന് തരാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും പറഞ്ഞത് ഞങ്ങളും മറന്നിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി തള്ളയെ അവിടെ ഇട്ട് അങ്ങോട്ട് പൊളിച്ച് അടുക്കുമല്ലേ. അവരുടെ അഹങ്കാരം, തലയിൽ കെട്ടിക്കിടക്കുന്ന അഹങ്കാരം വെട്ടി വീഴ്ത്തുവാണ് രേവതി. അങ്ങനെ രേവതി പലതും വിളിച്ചു പറയുമ്പോൾ ഇതൊന്നും രവിയേട്ടൻ അറിഞ്ഞിട്ടില്ലല്ലോ. രവിയേട്ടൻ അന്തം വിട്ടിങ്ങനെ നോക്കുക. മോളെ നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ രേവതി ഉള്ള കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞു. ഇതൊക്കെ നേരാണോ ചന്ദ്രയെന്ന് രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ചന്ദ്രയോട് ചോദിക്കുക. ചന്ദ്ര മൂങ്ങിയെപ്പോലെ തലയും കുത്തിപ്പിടിച്ച് അങ്ങനെ അവിടെ നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ രേവതി പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും അങ്ങ് പറഞ്ഞു. അന്നേരം നമ്മുടെ സച്ചിയും അത് ഏറ്റുപിടിച്ചു. ഇവർ പറയത്തില്ല, കാരണമേ ഇവരുടെ മകനും മരുമകളും ആണല്ലോ അത്. ഇവരെന്നേലും തള്ളി പറയുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് രേവതിയോട് ചോദിക്കുക സച്ചി. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രവിയേട്ടാ ഇപ്പം ഇതൊന്നും പറയാനുള്ള സമയമല്ല രവിയേട്ടാ എങ്ങനെയെങ്കിലും ശ്രുതിമോളെ കണ്ടെത്തണം, അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എനിക്ക് പേടി, ആ കുട്ടി അതുപോലെ മനസ്സ് തകർന്ന ഇവിടുന്ന് പോയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുക. അപ്പോഴേക്കും ശ്രുതിയും വല്ലാത്ത ഇതിലിങ്ങനെ നിൽക്കും. അപ്പോൾ ചന്ദ്രമതി ശ്രുതിയോട് പറയുകയാണ്, പോയി അന്വേഷിച്ചുകൊണ്ട് വാടാ, പോയി അന്വേഷിച്ച് അതിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി അങ്ങ് പറഞ്ഞു. ലോകത്തൊരു പെണ്ണും സഹിക്കാത്ത കാര്യമാടാ നീ അവളോട് ചെയ്തത്. ഞാനും അവളും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു കാരണവശാലും ഞാൻ അവളെ ഇതിൽ കുറ്റപ്പെടുത്തില്ല. കാരണം അവൾ നിന്നെ അത്രമാത്രം സ്നേഹിച്ച ഒരു പെണ്ണായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും ശ്രുതിയെ പറ്റി പറയുക. നീ പോയി ആ പെണ്ണിൻ്റെ കാല് പിടിച്ചിട്ടെങ്കിലും അതിനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാൻ നോക്കടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം. പോടാ ശ്രുതി, പോയി അവളെ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി. അപ്പം അച്ഛൻ പറഞ്ഞു, സച്ചി അപ്പം നീയും കൂടെ ചെല്ലാനായിട്ട് ചന്ദ്രമതി പറയാം. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് നീയല്ലേ, നീയും കൂടെ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി സച്ചിയോട് പറയുമ്പോൾ നിങ്ങൾക്ക് നാണമുണ്ടോ എന്നോട് ഇത് പറയാനെന്ന് ചോദിച്ചു. മകൻ്റെ കള്ളത്തരത്തിന് മുഴുവൻ കൂട്ടുനിന്നത് നിങ്ങളല്ലേ, നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു, നിങ്ങൾ അവൻ്റെ കൂടെ ചെന്ന് മരുമകളെ കാല് പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവാ, എന്നെ അതിനെ കിട്ടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ തള്ളയോട് ചൂടാകുക. അപ്പം നമ്മുടെ അച്ഛൻ പറഞ്ഞു, സച്ചി ഇപ്പം ഇങ്ങനെയൊന്നും പറയേണ്ട സമയമല്ല, നീയും കൂടെ അവൻ്റെ കൂടെ ചെന്ന് ശ്രുതി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞാൻ നിന്നോട് വേറൊന്നും പറയാനല്ല പറഞ്ഞത്, ചെല്ലാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് പോവുക. സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക ശ്രുതി. അപ്പം അച്ഛൻ പറഞ്ഞു രേവതിയോട്, മോളും കൂടി ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇവളെന്തിനാണ് പോകുന്നത്? ഇവള് പോകേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നീ വായടക്കിക്കോ, നീ ഒറ്റയൊരുത്തിയാണ് ഇതെല്ലാം ഇത്തരത്തിലാക്കിയത്, ഇവനെ വളം വെച്ച് കൊടുത്ത് ഈ രീതിയിലാക്കിയത് നീയാണ്, ഇനി നീ മിണ്ടി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അത് പറഞ്ഞപ്പോഴേക്കും രേവതി അങ്ങ് പോയി, ശ്രുതിയും പിന്നാലെ പോയി. എൻ്റെ ദൈവമേ, ശ്രുതിക്ക് ഒരു ആപത്തും വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞപ്പോൾ വർഷയും ശ്രീകാന്തും ഒക്കെ കൂടെ അവിടെ നിന്നിങ്ങനെ ആ കൊടുത്ത് വർഷ പറയുവാണ്,
ശ്രുതി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മനസ്സ് വേദനിച്ച് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അമ്മയുടെ മോൻ ചെയ്തത്. ഇതിനൊക്കെ ആൻറ്റി എങ്ങനെയാണ് ഇയാൾക്ക് ഇങ്ങനെ കൂട്ടുനിന്ന് കൊടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വർഷയുടെ വക അതും കിട്ടി ചന്ദ്രമതിക്ക്. ഏതോരം കിട്ടിയാലും നാണോ മാനോ ഇല്ലാത്ത കൂട്ടത്തിലായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ അതും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ സച്ചിയും രേവതിയും സുധിയും കൂടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സച്ചിയാണെങ്കിൽ കിട്ടിയ അവസരം ഒന്നും പാഴാക്കുന്നുമില്ല, സുധിയെ കുത്താനായിട്ട് കിട്ടിയത്. അങ്ങനെ സുധിയാണെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ കാറിൻ്റെ പുറകിൽ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ മുന്നിലിരുന്ന് ഇങ്ങനെ പോരുക. ഇനിയിപ്പോൾ ശ്രുതി ഒരു പക്ഷേ എവിടെ പോയതായിരിക്കും, വക്കീലിന് വല്ലതും കാണാൻ പോയതായിരിക്കോ എന്ന് നമ്മുടെ സച്ചി രേവതിയോട് ചോദിച്ചു. അപ്പോൾ രേവതിയോട് ചോദിക്കുമ്പോൾ വക്കീലിനെ കാണാനോ? വക്കീലിനെ എന്തിനാ ശ്രുതി പോയി കാണുന്നേ? അല്ല ഇനിയിപ്പോൾ ഇവനെ ആ പെങ്കൊച്ചിന് ഇഷ്ടമല്ല, പെങ്കൊച്ചിന് ഇവൻ്റെ കൂടെ ജീവിക്കണ്ടെങ്കിലോ, അവൾ ചിലപ്പോൾ ഇനി ഡിവോഴ്സ് മേടിക്കാനെങ്ങാനും പോയതാണെങ്കിലോ എന്ന് സച്ചി പറഞ്ഞു. ഡിവോഴ്സോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായി. അപ്പോൾ രേവതി പറഞ്ഞു, മിണ്ടാതിരിക്കും സച്ചേട്ടാ, ശ്രുതി അങ്ങനെയൊന്നും ചെയ്യില്ല, ശ്രുതി അന്നേരത്തെ ഒരു വിഷമത്തിന് എവിടെയെങ്കിലും പോയതായിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പം മീരയുടെ വീട്ടിലേക്ക് ഒന്നുകൂടെ ഒന്ന് വിളിച്ച് നോക്കാനായിട്ട് ശ്രുതിയോട് പറഞ്ഞു. ശ്രുതി എന്നിട്ട് മീരയുടെ വീട്ടിലേക്ക് വിളിക്കുക. അപ്പോൾ അവിടെ നിന്ന് പോയ ശ്രുതി തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ച് നോക്കിയപ്പോൾ അങ്ങോട്ട് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ ആദ്യം വെപ്രാളമായി ശ്രുതിക്ക്. പിന്നെ ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക. അതെ, ഇങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ വണ്ടി ഓടിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ സച്ചേട്ടാ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള ആരോടെങ്കിലും ചോദിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ ഇവരോട് പറയുക. അപ്പോൾ രേവതി ഇവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ശരിയാ, അങ്ങനെ ആരോടെങ്കിലും അന്വേഷിക്കുക, ഇത് ഇവിടെ എങ്ങാനും വെച്ച് കണ്ടോന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ ശ്രുതി പോയത് എങ്ങോട്ടാണെന്ന് അറിയാം, ശ്രുതിയുടെ അമ്മയെയും മോനെയും കാണാനായിട്ട്. അപ്പോൾ ആദ്യക്കൂട്ടൻ അവിടെ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി അങ്ങോട്ടൊക്കെ കയറി ചെല്ലുന്നത്. ശ്രുതിയെ കണ്ടപ്പോഴത്തേക്ക് ആൻറ്റിയെന്ന് വിളിച്ചുകൊണ്ട് കൊച്ചു ചെന്നു. കൊച്ചിനെ പോലും മൈൻഡ് ചെയ്യാതെ ശ്രുതി ഒരു ഒറ്റ ഓട്ടമായിരുന്നു അമ്മയുടെ അടുത്തേക്ക്, അമ്മയ്ക്ക് അരികിലേക്ക് ചെന്ന് അപ്പോൾ അമ്മ ഇങ്ങനെ ഇറങ്ങി വരുക മോളെ കണ്ടോണ്ട്. അമ്മയെ കണ്ടപ്പോഴത്തേക്കും കല്യാണി നീ എന്ത് ഈ സമയത്ത് ഇവിടെയെന്ന് ചോദിച്ച് തീർന്നില്ല, അമ്മയെ കെട്ടിപ്പിടിച്ച ഒരൊറ്റ കരച്ചിലായിരുന്നു. അമ്മയെ നാഴേക്ക് 40 വട്ടം തെറി വിളിക്കുകയും അമ്മയെ വഴക്ക് പറയുകയും ചെയ്യും. പക്ഷേ നെഞ്ച് പൊട്ടുന്ന ഒരു വിഷമം ഉണ്ടായപ്പോൾ ഓടി അമ്മയുടെ നെഞ്ചിലേക്ക് ചായാനാ കല്യാണി എന്ന് പറയുന്ന മോള് വന്നത്. അതാ അമ്മയുള്ളത് കൊണ്ടല്ലേ. ആ അമ്മയെ ഒന്ന് നല്ല രീതിയിൽ നിർത്താനോ അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് നല്ല രീതിയിൽ മരുന്ന് മേടിച്ചു കൊടുക്കാനോ ട്രീറ്റ്മെൻറ്റ് നടത്താനോ ഒന്നിനും മകൾക്ക് കഴിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മയുടെ നെഞ്ചിലേക്ക് ചായാൻ വേണ്ടി പാഞ്ഞു വന്നിട്ടുണ്ട്. അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് ഭയങ്കര കരച്ചിൽ. അപ്പം അങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്കും മനസ്സിലായില്ല ഇതെന്താണെന്ന്. പെട്ടെന്ന് ആദ്യക്കുട്ടനും കയറി വന്ന് ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്താ പറ്റിയ മോളെ, എന്താ കാര്യം, എന്താ നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ഇങ്ങനെ മോളോട് ചോദിക്കുക. അപ്പോൾ എല്ലാവരും എന്നെ ചതിച്ചു, ഞാൻ വിശ്വസിച്ചവരെല്ലാവരും എന്നെ ചതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര എല്ലാവരും ചതിച്ചെന്ന് എന്താ നീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ മോളെ സമാധാനിപ്പിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തി എന്താ കാര്യമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ മകള് ആ കെട്ടങ്ങഴിച്ചു, ചതിയുടെയും വഞ്ചനയുടെയും ഒക്കെ കഥയുടെ കെട്ട്. അങ്ങനെ കെട്ടഴിച്ച് അമ്മയോട് ഇതെല്ലാം പറയുക. അപ്പോൾ അമ്മയോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയാണെന്നുണ്ടെങ്കിൽ മകളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും. ഭൂലോക കള്ളത്തരമായിട്ടാണ് മോൾ ആ വീട്ടിൽ ചെന്ന് കയറിയിരിക്കുന്നത്. ഇള്ളോളം കള്ളത്തരം മോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ്? ആ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെകുത്താനും കടലിനും നടുവിലായിട്ട് അങ്ങനെ ഇരിക്കുക. എന്തെങ്കിലും പറഞ്ഞ് മകളെ സമാധാനിപ്പിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ സങ്കടപ്പെടലേ കല്യാണി, മോളെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അവരൊരു ചെറിയ ഇത് പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നീ പറഞ്ഞതോ അല്ലെങ്കിൽ നീ ചെയ്ത കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാത്തിനും കാരണം നിങ്ങളായി, എൻ്റെ ജീവിതം കുഞ്ഞിലേ കൊണ്ടുവന്ന് കുരുതി കൊടുത്തത് നിങ്ങളാണെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുക. എന്നിട്ട് ആദ്യക്കുട്ടൻ അവിടെ നിന്ന് ആൻറ്റി കരയുന്നു, എന്തിനാ ആൻറ്റി കരയല്ലേ ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ആ സമയത്ത് ആ കൊച്ചിനോടും ചൂടാകുവാണ് കല്യാണി. അപ്പോഴേക്കും അമ്മ പറഞ്ഞു കുഞ്ഞോടിനോട് പോയി കളിച്ചോളാൻ. ആ കൊച്ചെന്നിട്ട് അവിടെ ഇറങ്ങി പോവുകയും ചെയ്തിട്ടു. അല്ലെങ്കിൽ ഈ പിശാച് ചിലപ്പോൾ അതിന് മൊത്തത്തോടെ എടുത്ത് വിഴുങ്ങിയാലോ. അങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൻറ്റിയെ കണ്ട് വിഷമിച്ച് കൊച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയം കൊണ്ട് നമ്മുടെ രേവതിയും സച്ചിയും സുധിയും കൂടി ആ നാട് മുഴുവനും ഇറങ്ങി അന്വേഷണം തുടങ്ങി. മൊബൈലിൽ ഫോട്ടോയും കാണിച്ചു, ഈ പെങ്കൊച്ചിനെ കണ്ടോ, ഈ പെണ്ണിനെ കണ്ടോ, ഈ കുട്ടി ഇതിലെങ്ങാനും പോണത് കണ്ടോ, ഈ കുട്ടി ഇവിടെ ഈ പരിസരത്ത് എവിടെയെങ്കിലും കണ്ടോ. അങ്ങനെ 100 ഓട്ടോക്കാരോട്, കടക്കാരോട്, വഴിയാത്രക്കാരോട്, അങ്ങനെയുള്ള ആൾക്കാരോടെല്ലാം ചോദിച്ചു. ആർക്കും ഇവളെ അറിയില്ല. അങ്ങനെ എല്ലാവരും കൈയൊഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇവരിങ്ങനെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. ശ്രുതി എവിടെ പോയി, ശ്രുതി ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കിടന്നിങ്ങനെ കരച്ചിൽ. ശ്രുതി ഇല്ലാതെ ഞാൻ തിരികെ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുമ്പോൾ എന്നൊരു കാര്യം ചെയ്ത് നീ ഇവിടെ നിന്നു, ഞങ്ങൾ പൊയ്ക്കോട്ടെ, ഞങ്ങളുടെ സമയം വെറുതെ കളയണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറഞ്ഞു. സച്ചിയേട്ടാ എന്താ ഇതെന്നും ചോദിച്ചുകൊണ്ട് നേരെ രേവതി ദേഷ്യപ്പെടുക സച്ചിയോട്. പിന്നെ അല്ല ഇവൻ പറയുന്നത് നീയും കേട്ടോ അല്ലേ എന്ന് ചോദിച്ചു.
അത് അയാളുടെ സങ്കടം കൊണ്ട് പറയുന്നതല്ലേ. ഓ സങ്കടം, അങ്ങനെ സങ്കടമുള്ളവനാണല്ലോ ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ശരിക്കും കിട്ടിയ അവസരം മുതലെടുത്ത് വേണ്ടിയിട്ട് കുത്താവുന്നത് മുഴുവൻ കുത്തുവാട്ടോ. അപ്പോഴേക്കും വീട്ടിൽ കിടന്ന ചന്ദ്രമതിക്ക് വെപ്രാളം തുടങ്ങി. അപ്പോൾ അവരെ കാണുന്നില്ല, അവർ വരുന്നില്ല, അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മൊത്തത്തിൽ ചന്ദ്രമതിക്ക് കിടന്ന വെപ്രാളവും ഒരുമാതിരി പരവേശവും ഒക്കെ. അപ്പോൾ രവിയേട്ടൻ ഇത് കണ്ടു. രവിയേട്ടൻ വന്ന് ചന്ദ്രമതിയുടെ അടുത്തിരുന്നു. രവിയേട്ടാ, അവർ പോയിട്ട് വിളിച്ചില്ലല്ലോ, ശ്രുതിയെ കണ്ടു കിട്ടി കാണത്തില്ല രവിയേട്ടാന്ന് ചോദിക്കുമ്പോൾ, ചന്ദ്രേ നീ മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്ന് വെപ്രാളം കൊള്ളാതെ നിനക്കും അവരുടെ കൂടെ പോയാൽ എന്തായിരുന്നു എന്ന് ചോദിച്ചു. നീ ഒരുത്തിയാണ് ഈ കുടുംബം ഈ തരത്തിലാക്കിയതെന്നും മക്കൾക്ക് യാതൊരു വ്യക്തിത്വം ഇല്ലാതാക്കി മാറ്റിയവൾ നീയാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയോട് ശരിക്കും നാലെണ്ണം അങ്ങ് പറയുക നമ്മുടെ രവിയേട്ടൻ. നീ നല്ലതായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നീ എത്രയൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും ഇതിനൊന്നും ഒരു പരിഹാരമാവില്ല ചന്ദ്രൻ. നീ കാണിക്കുന്ന വേർതിരിവും നീ കാണിക്കുന്ന അഹങ്കാരത്തിൻ്റെയും ഫലമാണിതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ കുറേ അങ്ങ് ഉപദേശിച്ചു. എത്ര ഉപദേശിച്ചിട്ടും പിന്നെ കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചന്ദ്രമതിക്ക് അതൊന്നും ഒരു പുത്തരിയായിട്ട് അല്ലതായി. അങ്ങനെ ഇവരിതും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചിയും രേവതിയും കൂടി അവിടെ തപ്പിക്കൊണ്ട് നടക്കുക. പിന്നെ ആണെങ്കിൽ അവിടെ വീട്ടിൽ കല്യാണിയെ ഇരുത്തി സമാധാനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അമ്മയാണെങ്കിൽ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടിട്ട് മകൾക്ക് അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർ ചെയ്തത് വലിയ ചതിയാണെന്ന്, അതായത് സുധി ചെയ്തത് വലിയ ചതിയാണെന്നാണ് ഇപ്പോഴും കല്യാണി പറയണത്. അമ്മയാണെങ്കിൽ വരുമരാഴികകളും മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. യാപ്പടെ ഒരു രക്ഷയില്ല. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ രേവതിയൊക്കെ കൂടെ ഇങ്ങനെ അന്വേഷിച്ച് വേറൊരു ചേട്ടൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ കാണിച്ച് ഈ കുട്ടി അറിയാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഈ കുട്ടിയെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർക്കൊരു പ്രതീക്ഷ, എങ്ങനെ അറിയാവുന്ന, ഈ കുട്ടിയുടെ വീട് എവിടെയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ ഇന്ന സ്ഥലത്ത് ഇന്ന അങ്ങോട്ട് പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ വഴിയും പറഞ്ഞു കൊടുത്തു. അപ്പോൾ വലിയ ഉപകാരം ചേട്ടാ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ സച്ചിയൊക്കെ വണ്ടിയൊക്കെ കയറിയിട്ട് ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ സ്ഥലം തപ്പി പോവുക. അപ്പോൾ ഈ വഴി നമുക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണല്ലോ, ഇതിൽ നമ്മളിതിന് മുന്നേ വന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഒക്കെ ഇങ്ങനെ പറയുക. അത് ശരിയാ, ഇത് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോണ വഴിയല്ലേ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. ശരിയാണല്ലോ, ഇത് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോണ വഴിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇവർ പറഞ്ഞ വീട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ചെന്നു വണ്ടിയിൽ ഇറങ്ങിയപ്പോൾ കാണുന്നത് ആദിയെ കണ്ടപ്പോഴത്തേക്ക് ഇവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കും. ആദിയുടെ വീട്ടിലെങ്ങനെയും ബന്ധുക്കാരാണല്ലോ, പരിചയക്കാരാണല്ലോ. അപ്പോൾ അതും ഇവർക്ക് അറിയത്തില്ല ആ വീട്ടിൽ എങ്ങനെ വന്നു എന്നുള്ള ഒരിത്. അപ്പോൾ ആദിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു. ശ്രുതിയും അതേ വീട്ടിലുണ്ടെന്ന് അവർ പറയുന്നു. അല്ല, ശ്രുതിയുടെ വീട് അതാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിലിപ്പോൾ എന്താ? അപ്പോഴേക്ക് ഈ ആദിക്കുട്ടൻ നമ്മുടെ രേവതിയെയും ഒക്കെ കണ്ടു കേട്ടോ. രേവതി ആൻറ്റി സജ്ജങ്ങളെന്ന് വിളിച്ച് ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ, ആദിക്കുട്ടാ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ കൊച്ചുമായിട്ട് സംസാരിച്ചു. ഇത് മോനും അമ്മമ്മ എന്നാ ഇവിടെ വന്ന്? ഞങ്ങളിവിടെ ഉണ്ടല്ലോ, വാ അകത്തേക്ക് വാ, എൻ്റെ ആൻറ്റി വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയപ്പോൾ ആൻറ്റിയെ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് തമ്പുരാനെ വിളിച്ചുകൊണ്ട് പോണു. സുധിയും സച്ചിയും രേവതിയും കൂടി ആ വീട്ടിലേക്ക് ചെന്ന് കയറുക. ഇന്ന് എല്ലാം പൊളിക്കും. ഇന്ന് നമ്മുടെ ശ്രുതിയുടെ സകല കള്ളക്കളികളും പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കും. അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് ശ്രുതി രക്ഷപ്പെടും. രണ്ടിലൊന്നിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അത് 100% ഉറപ്പുള്ള കാര്യം. ഇനി എന്താണ് ശ്രുതിയുടെ തലവരയെന്ന് അറിയാനായിട്ട് നമ്മുടെ കഥ കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.